ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൽ മൂന്ന് പത്രങ്ങൾ, ഒന്ന് ദേശാഭിമാനി, മറ്റൊന്ന് മാധ്യമം, മറ്റൊന്ന് ദ ഹിന്ദു. ഈ മൂന്ന് പത്രങ്ങളും എടുത്തു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. പത്രം എടുത്തു നോക്കിയപ്പോൾ ദേശാഭിമാനിയുടെ ആദ്യ പേജ് ഇങ്ങനെയാണ് കേട്ടു. ദേശാഭിമാനിയുടെ ആദ്യ പേജാ. എന്താ ആദ്യ പേജ്? കേരളം ഇനി ഇരുട്ടിൽ, ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് 1 മണിക്കൂർ. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ PRD വകുപ്പിൽ ഇത്രയും കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെയാണ് ശരിക്കും കേരളം മനസ്സിലാക്കിയത്. അവരൊരു പരസ്യം കൊടുത്തു ഇന്നലെ കേരളത്തിലെ ചില പത്രങ്ങളിൽ. എല്ലാ പത്രങ്ങളിലൊന്നുമില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വായിക്കുന്നത് മാതൃഭൂമിയോ അല്ലെങ്കിൽ മനോരമയോ ആയിരിക്കും. ഒരു 60-60% പേരും ആ 2 പത്രങ്ങളായിരിക്കും വായിക്കുന്നത്. ബാക്കി എല്ലാ പത്രങ്ങളും ദേശാഭിമാനിയോ ജനയുഗോ ഒക്കെ പാർട്ടി പത്രങ്ങളാണ്. പിന്നെ കേരള കൗമുദി, മാധ്യമം, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു തുടങ്ങിയ പത്രങ്ങളിലൊക്കെ ഈ പരസ്യങ്ങൾ സർക്കാർ കൊടുത്തു. നമ്മുടെ കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ LDF ഗവൺമെൻറ് സർക്കാർ. അതെന്താ? അതിപ്പോൾ നമ്മൾ കണ്ടു. ഇന്നലെ അതിനെപ്പറ്റി തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീണ്ടും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അതിന് ശേഷം ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ്. അത് കണ്ട് ഞെട്ടിത്തരിച്ചു എന്നാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയുടെ ഒരു ഭാഗത്ത് കേട്ടത്. അതൊരു സത്യമാണ്. ഇവിടുത്തെ പ്രതിപക്ഷം ശരിക്കും ഞെട്ടുക മാത്രമല്ല, അവർ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം അവരുടെ ഒരു പഴയ ഭരണകാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിന് മുമ്പുള്ള 10 വർഷത്തിന് മുമ്പുള്ള UDF ഭരണകാലത്ത് അക്കാലത്ത് പത്രങ്ങൾ വന്ന ന്യൂസുകളിലൊക്കെ കട്ടിങ് ന്യൂസുകളൊക്കെ ഇട്ടിട്ടാണ് ആ ഫസ്റ്റ് പേജ് ഇവർ സെറ്റ് ചെയ്തിട്ട് പരസ്യം കൊടുത്തിരിക്കുന്നത്. ജനങ്ങളൊക്കെ അത് കണ്ട് ഇന്നലെ അന്തം വിട്ടിട്ടുണ്ട്. വീണ്ടും പവർക്കിട്ട് വരുവാണോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അങ്ങനെയല്ല. 10 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു കേരളം, ഇപ്പോൾ ഇങ്ങനെയാണ്. അതിൽ നിന്നൊക്കെ മാറി പവർക്കെട്ടില്ലാത്ത കേരളമായി, നല്ല പൊതുവിദ്യാഭ്യാസം കിട്ടുന്നതും നല്ല ആരോഗ്യ സംവിധാനമുള്ളതും നല്ല റോഡുകളും പാലങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒന്നൊന്നായി അതിൽ പറയുന്നുണ്ട്. KSRTCയുടെ നഷ്ടം നികത്തിയത് ഇപ്പം നമുക്കറിയാമല്ലോ, ഗണേശൊക്കെ വന്നപ്പോൾ ഉണ്ടായപ്പോഴുള്ള മാറ്റങ്ങൾ. അപ്പോൾ അതുപോലെയുള്ള സംഭവ വികാസങ്ങളിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പരസ്യം കണ്ട് സത്യത്തിൽ ഇവർ ഞെട്ടിത്തരിച്ചു പോയി. അത് നമുക്ക് ഈ സോഷ്യൽ മീഡിയ, അതിന് UDFൻ്റെ അണികളുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരെ, അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് ശ്രമിക്കുകയാണ്. പലരും കരയുന്നു, പലരും പല ഇതിനെതിരെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്നു. അനീതിയാണ് കാണിച്ചത്, PRDക്ക് എങ്ങനെ അതിന് കഴിവുണ്ടോ, അത് ചെയ്യാൻ പാടോ, നിയമവിരുദ്ധമല്ലേ, ഞങ്ങൾ കോടതി പോകും എന്നൊക്കെ പറഞ്ഞ് അലറി നിലവിളിക്കുകയാണ്. നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർക്കും ഈ പരസ്യം വന്ന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവരെങ്ങനെയൊക്കെയോ ഈ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഇന്ന് UDFനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് ഭരണത്തിൽ കൊണ്ടുവരാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നതിന് ഇടയ്ക്കാണ് ഇങ്ങനെ വലിയൊരു ബോംബ് പോലെ ഈ ഒരു സാധനം വന്ന് വീഴുന്നത്. അത് അവരെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ അവർക്ക് പോലും സഹിക്കാൻ പറ്റാണ്ട് അവർ പോലും കടന്ന് കരയുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാം. പാഠപുസ്തകം സ്കൂളുകളിൽ വൈകിയത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. ശരിയാണ്, അപ്പൊ യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. പിന്നെ എന്താണ് കുഴപ്പം? PRDക്ക് രാഷ്ട്രീയ പണിയല്ല ജോലി. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ മോശം, ഇടത് സർക്കാർ 10 വർഷം കൊണ്ടുള്ള നല്ല കാലം എന്ന് PRDക്ക് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? സ്മൃതി പരുത്തിക്കാടാണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞേ പറ്റും. മറുപടി എല്ലാ സർക്കാരുകളും, അത് കോൺഗ്രസ് സർക്കാരുകളായിക്കോട്ടെ, അത് BJP സർക്കാർ ആയിക്കോട്ടെ, എല്ലാ സർക്കാരുകളും ആ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ പരസ്യങ്ങളിലൂടെ സഞ്ചരിക്കാറുണ്ട്, പരസ്യങ്ങൾ നൽകാറുണ്ട്. 2 ദിവസം മുൻപ് പഞ്ചായത്ത് സർക്കാരിന്റെ പരസ്യം കേരളത്തിൽ. അപ്പൊ അത് എല്ലാ സർക്കാരുകളും ചെയ്യുന്ന കാര്യമാണ്. അതിനൊരു പുതിയ മാർഗം കണ്ടെത്തി സർക്കാരിന്റെ നേട്ടങ്ങൾ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി വേണം, അല്ലെങ്കിൽ ഹൈവേ 15 വർഷം കഴിഞ്ഞാലും പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സർക്കാർ ഒരു വശത്ത്, ആ സ്ഥലത്ത് തന്നെ പറയാം ദേശീയപാത വികസനം അതൊരു യാഥാർത്ഥ്യമായിരുന്നില്ലേ? പരസ്യത്തിൽ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ പ്രത്യേകിച്ച് വാർത്തകളിൽ പോലും പറയുന്നത് യാഥാർത്ഥ്യമല്ല. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സമരവും നടത്തിയിരിക്കും. ഈ പറഞ്ഞ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് എന്താ ഹൈവേ നടക്കാതെ പോയെ? ഹൈവേയുടെ കാര്യം അല്ല ഇവിടെ പറഞ്ഞത്. ഹൈവേ പറ്റി ഒരു അക്ഷരം മിണ്ടി പോരുത്. അത് മിണ്ടി പോരുത്. ഞങ്ങളുടെ കാലത്ത് നടന്നില്ല, നിങ്ങളുടെ കാലത്ത് നടന്നു എന്ന് വീമ്പ് പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. PRDയെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് UDFനെ ഉന്തിത്തള്ളി മേലെ കൊണ്ടുവന്ന് അടുത്ത 5 വർഷമെങ്കിലും അവർക്ക് പാവം ഭരണം ഒന്ന് തിരിച്ചു കിട്ടുമെന്ന് ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ബോംബ് വെച്ചിട്ടുള്ള കളി ഞങ്ങൾ സമ്മതിക്കില്ല, ഉറപ്പാണ്. ഞങ്ങളെ പോലെയുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർ എങ്ങനെയെങ്കിലും ഈ പ്രസ്ഥാനത്തിനെ UDFനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു പിന്നാമ്പുറത്തുള്ള ഈ കളി കളിക്കുന്നത്. നടക്കില്ല. ഈ PRD ഉദ്യോഗസ്ഥന്മാർ ചെവിക്ക് നുള്ളിക്കോണം. ഇവരാരും പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നില്ല.
ഇവർ കാണിക്കുന്നത് ശുദ്ധ മര്യാദകേടാണ്. നമ്മുടെ രമേശ് ചെന്നിത്തല സാർ ഈ സകല PRD ജീവനക്കാരുടെയും ഇതിന്റെ പുറകിലുള്ള ജീവനക്കാരെയും പെൻഷൻ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഏതോ ചെവിയിൽ നുള്ളാനൊക്കെ പറയുന്നുണ്ട്, അതെന്താന്ന് മനസ്സിലായില്ല. ചെവി നോക്കിക്കൊള്ളാൻ പറയുന്നുണ്ട്. എന്തായാലും പെൻഷൻ വാങ്ങിക്കുക എന്നുള്ള മോഹം നടക്കില്ല എന്ന് രമേശ് ചെന്നിത്തല സാർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആകെ ഇവരുടെ പിടിപെട്ടു കേട്ടോ. സകല ലക്കും ലഗാനും വിട്ടിട്ടാണ് ഇന്നലെ മുതൽ ഈ സകല നേതാക്കളും, സതീശൻ സാറ് പറഞ്ഞത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇന്നിപ്പോൾ ഈ രമേശ് ചെന്നിത്തല സാർ പൊട്ടിത്തെറിക്കുന്നു. സകല നേതാക്കളും, അത് യുവ നേതാക്കളായാലും അവരണികളായും സൈബർ പോരാളികളായാലും എവിടെ എടുത്തു നോക്കിയാലും ഇന്നലത്തെ ഈ പരസ്യത്തെ പറ്റിയാണ്. ഇനിയിപ്പോൾ ഈ മനോരമയിലും മാതൃഭൂമിയിലൊന്നും ഇനി പ്രത്യേകിച്ച് ഒരു പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നലെ എല്ലാ ചാനലും വിശദമായി ഈ പരസ്യത്തെപ്പറ്റി ചർച്ച ചെയ്തു. ഇനി കേരളത്തിലെ ജനത ഇതറിയാൻ ബാക്കിയില്ല. പഴയ ഒരു 10 വർഷം മുമ്പുള്ള കേരളം എന്തായിരുന്നു എന്നുള്ളത് സകല മനുഷ്യരുടെ, ഇത് കേൾക്കാത്തവരും അന്ന് ഓർമ്മയില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ മനസ്സിലേക്കും കൂടെ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ കാണാം. ഇന്നൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. വയനാട് ഒരു തുരങ്കപാത ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകിച്ചും വയനാടിൻ്റെ മുഖച്ഛായ പുരോഗതിക്ക് തന്നെ അതിനൊരു വലിയ മുതൽക്കൂട്ടാകുന്ന വലിയൊരു 2500 കോടി രൂപയുടെ മുതൽ മുടക്കിൽ ഒരു 2 ട്വിൻ ടണൽ നിർമ്മിക്കുന്ന വമ്പൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദീർഘമേറിയ 2ാമത്തെ പാതയാണെന്നാണ് പറയുന്നത്. അതിന് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. അതിനെ പറ്റിയിട്ട് ഈ UDF വരണമെന്നാണല്ലോ ഈ പറയുന്നത്. അവരുടെ നേതാവ്, മുഖ്യമന്ത്രിയാകാൻ പോകുന്ന നേതാവ്, ആ ഒരു പാതയെപ്പറ്റി എന്താണ് പറഞ്ഞതെന്നും കൂടെ കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. വയനാട് തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി പശ്ചിമഘട്ടം മലനിരകൾ, കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ മലനിരകളെ തകർക്കാനും അതിന് തുരങ്കം വയ്ക്കാനും ഉള്ള പദ്ധതിയാണ് ടണൽ പ്രോജക്റ്റ്. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, ഒരു സംശയമില്ല. ഈ ടണൽ പ്രോജക്റ്റ് പശ്ചിമഘട്ട മലനിരകളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇങ്ങനെ ടണൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കില്ല. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ.